ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മാത്രം സ്വന്തമാണ്. നിങ്ങൾ സ്വന്തമായി നേടിയെടുത്തതാണ്. ഇത് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ വർഷങ്ങളോളം ഈ ഹ്യൂമൻ സഫറിങ്സുകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ സഹിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരത്തിൽ നിങ്ങൾ സ്വന്തമായി നേടിയെടുത്ത ഒരു കരുത്തുണ്ട്. ആ കരുത്ത് ചോർന്നു പോകുന്നത് കൂട്ടത്തിലൂടെയാണ്. നിങ്ങളൊരു 10 പേര് കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 20 പേര് കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 പേരാകുമ്പോൾ, അവിടെയാണ് നമ്മുടെ പ്രാക്ടീസിന്റെ ഏറ്റവും വലിയ കീ പോയിന്റ് കിടക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാട്ടിൽ പോയിരുന്ന് നേടുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത ആളുകളുമായി കൂടിച്ചേർന്നാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ്. ആ സമയത്ത് വീണ്ടും നിങ്ങളുടെ ഉള്ളില് മറ്റു ചിന്തകൾ രൂപം കൊള്ളുന്നുണ്ടോ? അവിടെ നിങ്ങൾ സ്നേഹം മാത്രമാണോ പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ സമയത്ത് നിങ്ങളുടെ സ്നേഹമല്ല, നിങ്ങളുടെ തലച്ചോറാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു ചിന്തകൾ രൂപം തലച്ചോറ് വർക്ക് ചെയ്താൽ എല്ലാം കുളമാകും. കൂട്ടത്തിൽ നിങ്ങൾ ഒരാളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല കാര്യങ്ങളാണ്, നല്ല സമർപ്പണമാണ്, നല്ല സറണ്ടറാണ്, നല്ല സാക്ഷിയാണ്. പക്ഷെ ഒരു രണ്ടോ മൂന്നോ പേര് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ നിങ്ങൾ ഒരു കാര്യത്തെയും ദൈവിക സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഡിവൈൻ സിസ്റ്റത്തിന്റെ കൺട്രോളിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഉള്ളിലെ ഈ മനസ്സെന്ന ഈഗോ പുറത്തു വരും. ഞാൻ എന്താണൊന്നും ആവാത്തത്, ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്ന അതിൽ ഏറ്റവും കൂടിയ ഈഗോ വളരെ തന്ത്രപരമായി നിങ്ങളുടെ ഉള്ളിലിട്ട് വിഷയത്തെ ഇട്ട് തരും. അതാരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. 2 പേരുണ്ടെങ്കിൽ, 3 പേരുണ്ടെങ്കിൽ, 4 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ആ അതിൽ ആ ഡിസ്കഷനിൽ ഒരാളായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. ആ ആളെ നിങ്ങൾ നിരീക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ ആളെ തിരുത്തണം. അത് നിയന്ത്രണത്തിലൂടെയല്ല. ഈ പറയുന്നത് ശരിയല്ല, അത് പറയാത്തത് കൊണ്ടാണ് റാബിറ്റ് ആയിട്ട് ജനിക്കണത്, അല്ലെങ്കിൽ ഷീപ്പായിട്ടൊക്കെ ജനിക്കണത്. ഇനി അതും പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് പതിയെ ഒഴിവാകണം. ഇല്ല, ഞാൻ ഈ ഡിസ്കഷൻ ഇല്ല, ഞാൻ ഈ ചർച്ചയ്ക്കില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വീണു പോകും. നിങ്ങൾ നേടിയെടുത്ത സാധന കൊണ്ട് നേടിയെടുത്ത നിങ്ങളുടെ ആ ഒരു പവർ, അത് വാക്ചാതുരിയല്ല, സംസാരമല്ല, അത് വേറെ എന്തെങ്കിലും ട്രിക്കല്ല, മാജിക്കല്ല. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സമാധാനമാണ്. അവിടെയൊക്കെ ഈ പറയാൻ വാക്കുകൾ ഉണ്ടാവും. അവിടെയൊക്കെ ഈ ബ്രെയിനാണ് വർക്ക് ചെയ്യുക. തടസ്സം എന്താണ്? അവിടെ ആ അത്തരം ഘട്ടങ്ങളിൽ വിജയിക്കാൻ ബ്രെയിനാണ് വർക്ക് ചെയ്യുക. ഞാനും ചോറല്ലേ ഉണ്ണുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ വരും. എനിക്ക് തലച്ചോറുണ്ട്, അപ്പൊ എല്ലാം എല്ലാം ബ്രെയിനിലേട്ടാണ് പോണത്. അത് വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും.
അവിടെയൊക്കെ നിരീക്ഷകനായി ഇരിക്കുമ്പോ അവിടെയൊക്കെ അതുകൊണ്ടാണ് പിന്നീട് ഇപ്പൊ സുഖിമാന്മാർ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ജനറേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, സുഖിമാന്മാരാണ് കൂടുതൽ. ഓക്കെ. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സമയത്താണ് ബുദ്ധിപരമായ നീക്കം, നിങ്ങളുടെ തലച്ചോറല്ലാത്തൊരു ബുദ്ധി. അവിടെയാണ് നിങ്ങളെ ദ്വന്ദ്മല്ലാത്ത മെറ്റാഫിസിക്സ് പ്രയോഗിക്കേണ്ടത്. കൂടുതൽ ആഴത്തിലേക്ക് നിങ്ങൾ പോകേണ്ടത്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ പലതും നിങ്ങളെ സ്വാധീനിക്കും. മക്കൾ സ്വാധീനിക്കും, മാതാപിതാക്കൾ സ്വാധീനിക്കും, ബന്ധുമിത്രാദികൾ സ്വാധീനിക്കും, കൂട്ടുകാരെ സ്വാധീനിക്കും, നിങ്ങൾ ബന്ധപ്പെടുന്ന മേഖലയിലുള്ള എല്ലാവരും സ്വാധീനിക്കും. ആ സ്വാധീനങ്ങളിൽ വീണു പോകാതെ അവിടെയും സ്നേഹം തുളുമ്പുന്ന ആ നിരീക്ഷണം, അതാണ് ഏറ്റവും വലിയ അഭ്യാസം. ആദ്യം പഠിച്ചതൊക്കെ ചെറിയ അഭ്യാസമാണ്. അതായത് രണ്ട് കൈകളും തൂങ്ങി പിടിച്ചിട്ട് ട്രപ്പീസിൽ ആടാനൊക്കെയാണ് പഠിച്ചത്. ഇനി ഒറ്റ കൈയിൽ പിടിക്ക് ആടാൻ പഠിക്കണം, പിന്നെ കറങ്ങാൻ പഠിക്കണം. കൂടുതൽ ആഴത്തിലിട്ട് പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തിൽ നിന്ന് നേരിട്ടുള്ള ആന്തരികമായ തിരിച്ചറിവിലേക്ക് എന്ന് പറയാം. അവിടെ നിങ്ങൾ ബ്രെയിൻ ഉപയോഗിക്കരുത്. അവിടെ വലിയ പ്രശ്നമാണത്. കറങ്ങി കഴിയൂല. കറങ്ങി കഴിയണെങ്ങനെയാണ്? ചുറ്റും കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി കുത്തി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ കറങ്ങും? ഉം. കമ്പി കുത്തി കെട്ടി നിർത്തിയേക്കുവാണ്, പിന്നെ എങ്ങനെ കറങ്ങാൻ പറ്റുക നിങ്ങൾക്ക്? ഞാൻ കറങ്ങിയതല്ല, നിങ്ങളുടെ കറക്കത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ കമ്പിപ്പാര കുത്തിയിട്ട് വലിയ വടം ഉപയോഗിച്ച് കെട്ടി നിർത്തിയേക്കുവാണ്. ആ കെട്ട് നിങ്ങൾ പൊട്ടിച്ച് വീണ്ടും കറങ്ങാൻ തുടങ്ങുമ്പോ വീണ്ടും വന്നിട്ട് ഈ കൂട്ടത്തിലുള്ള കുത്തും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഏതെങ്കിലും ഒരു വിഷയം ഇട്ടിട്ടായിരിക്കും കയറി വരിക. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? എന്നിട്ട് ഇതേ ഡിസ്കഷനിൽ നിന്നും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ചർച്ചകളിൽ നിന്നും വരുന്ന ഉരുത്തിരിഞ്ഞ സംഭവം എടുത്തിട്ട് വേറെ ആളോട് പറയും. അത് വേറൊരു കെട്ടാണ്. അത് വേറൊരു കെട്ടാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ സംഭവിക്കും അത്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം അടുത്ത ആളോട് പറഞ്ഞു, അത് അടുത്ത ആളോട് പറഞ്ഞു, പിന്നെ വലിയ കെട്ടായി മാറിയത്. അതൊരു പരമ്പരയുടെ കെട്ടിന്റെ മുകളിൽ കെട്ടിന്റെ മുകളിൽ കെട്ടിന്റെ മുകളിൽ കെട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ? അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം. ഇത് വീടിന്റെ പുറത്ത് പോകേണ്ട ഒരു കാര്യമല്ല. അപ്പോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് അത് പറഞ്ഞു, അത് അടുത്ത ആളോട് പറഞ്ഞു, അത് അടുത്ത ആളോട് പറഞ്ഞു, അത് അടുത്ത ആളോട് പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വളരെ മനസമാധാനത്തോടെ ഇരിക്കുമായിരിക്കും ചിലപ്പോൾ. അന്നേരമായിരിക്കും വന്നിട്ട് ഒരാവശ്യവുമില്ലാത്ത ഒരാളുടെ കുറ്റം വേറൊരാൾ വന്ന് പറയണം. ഉടനെ അറിയാതെ അതിന്റെ കൂടെ കൂടാനുള്ള ഒരു ടെംപ്റ്റേഷൻ. ഒരു ടെംപ്റ്റേഷൻ. ഒരു വാചകമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ പറഞ്ഞ വാചകം മറ്റേ ആള് നിങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ്. എന്തിന്? പുറത്തു കൊടുക്കാൻ വേണ്ടി. പുറത്തു കൊടുക്കാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയതാണെന്ന്. അതാണ് ഇവന്മാരുടെ പണി. ഈ നമ്മുടെ കമ്പിപ്പാറ വെച്ച് കുത്തി കെട്ടുന്നവരുടെ പണിയുണ്ടല്ലോ. നിങ്ങൾക്കൊരു ഒരു ഒരു ചെറിയ പൊടിമീനെ ഇട്ട് തരും, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു സാധനം മേടിച്ചുകൊണ്ട് തിരിച്ചു പോകും. എന്നിട്ട് ഇത് എല്ലായിടത്തും കൂടെ പറഞ്ഞു പരത്തും. മനസ്സിലായില്ലേ? ഭയങ്കര പ്രാക്ടീസ് വേണം അത്. അവിടെ നിങ്ങൾ
ഒരു മാസ്റ്റർ ലെവലിലേക്ക് നിങ്ങൾ മാറാൻ തയ്യാറാവണം. ഈ മാസ്റ്റർ ലെവലിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു നോർമൽ സമാധാനത്തിന്റെ വലിയ സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഇവിടെയാണ് നിങ്ങൾ മാസ്റ്റർ ആകേണ്ടത്. അല്ലാതെ ഇന്നിപ്പോ ഇതിൽ സാർ ചോദിച്ച പോലെ നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടൂലേ? കിട്ടും. മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കിട്ടൂലേ? കിട്ടും. അഫർമേഷൻ ചെയ്താൽ കിട്ടൂലേ? കിട്ടും. വിഷ്വലൈസേഷൻ ചെയ്താൽ കിട്ടൂലേ? കിട്ടും. ആർക്കാണ് കിട്ടണത്? ഈ ചോറുണ്ണുന്ന തലച്ചോറുള്ള ആൾക്ക്. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടൂല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അഫർമേഷൻ പറയുമ്പോൾ അവർക്കൊക്കെ കിട്ടണ്ടേ? നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്താ? നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും കിട്ടണം. ചോറുണ്ണുന്ന തലച്ചോറുള്ള ബുദ്ധിയുള്ളവന് മാത്രം അവന് മാത്രമാണ് അഫർമേഷൻ വർക്ക് ആവുക, അവന് മാത്രമാണ് വിഷ്വലൈസേഷൻ വർക്ക് ആവുക, അവന് മാത്രമാണ് മാനിഫെസ്റ്റേഷൻ. അതായത് മനസ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക്. അത് ശരിയാണോ? അത് സോഷ്യലിസം ആണോ? അതൊരു റിപ്പബ്ലിക് ആണോ? അല്ലല്ലോ. അത് അവർക്ക് മാത്രം വളരാനുള്ള തട്ടകമാണ്. ആർക്ക്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. അത് അവർക്ക് മാത്രം വളരാനുള്ള തട്ടകമാണ്. എത്രയോ കോഴ്സിന് പോയി ചേരുന്നുണ്ട് ആളുകൾ, എത്രയോ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. പറയുന്നത് എന്താണ്? ഞാൻ കേരളത്തിലെ കാര്യമല്ല കേട്ടോ, ഉത്തരേന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന മണി മാനിഫെസ്റ്റേഷൻ മുതൽ വിഷ്വലൈസേഷൻ അഫർമേഷൻ കോഴ്സുകളുണ്ട്. ലക്ഷങ്ങൾ വാങ്ങുന്ന, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇതുണ്ട്. 10 ലക്ഷമാണ് അവരുടെ ഒരു കോഴ്സിന്റെ ഫീസ്. 10 ലക്ഷം, 10 lakh. എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനെ പവറാക്കുകയാണ്. അതിൽ 100-ൽ 1-ആക്കോ 2 പേർക്കോ കിട്ടും. അതല്ല, കിട്ടിയാ പോരാ, 100-ൽ 95 പേർക്കും കിട്ടുന്നത് എന്താണ്? അത് വേറെ സാധനമാണ്. അത് മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ കിട്ടൂല. അത് മാത്രമല്ല, മറ്റത് താൽക്കാലികമാണ്, മറ്റത് ശാശ്വതമല്ല. ചിലപ്പോ ഒരു പക്ഷേ ഈ ഒരു കുറച്ച് നാളത്തേട്ട് ഒരു സുഖം കിട്ടുമായിരിക്കും. അത് ശാശ്വത. അവിടെയാണ് നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാട് ഈ ഒരു അർത്ഥത്തിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ലോകത്തിന് മുന്നിൽ ഒരു പഠനശാഖയായിട്ട് വെക്കുന്നത്. എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരുപാട് പേര് നേടിയിട്ടുണ്ട്. അതാണ് ഇതിന് ഗുരു ഇല്ലാത്തത്. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു കാഴ്ചപ്പാടാണ്. ഉണ്ടായിരുന്നതാണ് ഇത്. ഇത് സമൂഹത്തിൽ ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇത് ലോകത്തുണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെ പല രീതിയിൽ മാറ്റിമറിച്ച് എല്ലാം ഈ മാനിഫെസ്റ്റേഷനിലേക്കും വിഷ്വലൈസേഷനിലേക്കും അഫർമേഷനിലേക്കും കൊണ്ടുവന്നു. ലോകം കൊണ്ടുവന്നു. അതാണ് സത്യമെന്ന് വിചാരിച്ചു. ആ ധർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന സത്യത്തെ ആധുനികവൽക്കരിച്ചതാണ് മോട്ടിവേഷൻ. മന്ത്രങ്ങളും തന്ത്രങ്ങളും പഴയ കാലം മുതലുണ്ട്. അതിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡലിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു രീതിയാക്കി മാറ്റി. അതിന് മുകളിൽ എന്താണ്? അപ്ഡേഷൻ വേണ്ടേ? സഹസ്രാബ്ദങ്ങളായി, ആയിരക്കണക്കിന് വർഷമായി അതേ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അപ്ഡേറ്റ് ആകുന്നില്ല? ഇവിടെയാണ് ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത ഒരു സാക്ഷി ഉണ്ട് എന്ന്. അതായത് ഈ മനസ്സിന്റെ മുകളിൽ എല്ലാ കാലങ്ങളായി, നിങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നിങ്ങൾ നോക്കിക്കോ, ചെയ്യുന്നതെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുവാണ്. അതല്ല, ലോകത്തിൽ മനുഷ്യൻ മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻ സിസ്റ്റം ഹ്യൂമൻ ടെക്നോളജിയിൽ തന്നെയുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ആക്കുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ അപ്ഡേറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ജനിക്കാത്ത ഒരാള് നമ്മുടെ കൂടെയുണ്ട്. ജനിക്കാത്ത, ഒരിക്കലും സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട അന്വേഷകൻ, നിങ്ങളൊരു അന്വേഷകനാണ് ഭൂമിയിൽ. ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരാളാണ് മനുഷ്യരെല്ലാവരും. ഞാനും നിങ്ങളും അടക്കം എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പ്രിയപ്പെട്ട അന്വേഷകരെ, ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ഒരാള്
നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയുന്നതിന് ഒരു തുടക്കമുണ്ട് അല്ലേ? ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടല്ലോ. നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നിങ്ങൾക്ക് പേരുണ്ട്, നിങ്ങളുടെ ശരീരമുണ്ട്, നിങ്ങളുടെ ഓർമ്മകളുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ട്, നിങ്ങളുടെ ജോലിയുണ്ട്, നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, എല്ലാത്തിനും തുടക്കമുണ്ട്. അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഒരിക്കലും മാറാത്ത, ഒരിക്കലും തുടക്കമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ജനനം കാണുന്നതിന് സ്വന്തം ജനിക്കാൻ കഴിയൂല എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ജനനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ ജനനം, അതായത് നിങ്ങൾ ലിറ്ററലി ഒബ്ജക്റ്റീവായ അർത്ഥത്തിൽ അതിനെ എടുക്കരുത്. നിങ്ങളുടെ ജനനം, ജനനം കാണുന്നതിന് ഒരിക്കലും ജനിക്കാൻ കഴിയില്ല മക്കളെ. അതിനിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. അതിനെയാണ് ഉപനിഷത്തുകൾ സാക്ഷി എന്ന് വിളിച്ചത്. സൂഫികൾ അതിനെ ഷാഹിദ് എന്ന് വിളിച്ചത് അതിനെയാണ്. ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ചിന്തകർ അതിനെ വിളിച്ചത് ആത്മാവിന്റെ ദ സ്പാർക്ക് ഓഫ് സോൾ. അത് ആണ് സാക്ഷി. ജനനം കാണുന്നതിന് ഒരിക്കലും ജനിക്കാൻ കഴിയൂല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുള്ളത് ടൈമിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. നിങ്ങൾ അറിയുന്നതല്ലാതെ. എന്നാൽ അറിയാത്തതൊന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ തുടക്കം കൂടി അറിയുന്ന എന്തോ ഒന്ന്. തലച്ചോറിൽ നിന്നാണ് ഓർമ്മകൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ ഭർത്താവ്, നിങ്ങളുടെ ജനനം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം. ഇന്ന് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അല്ല. ആളുകൾ പറയുന്നത് ദൈവത്തെ പഠിക്കുകയാണ്, നിങ്ങൾ ആത്മീയത പഠിക്കുകയാണ്, നിങ്ങൾ അതൊന്നും അല്ല ഇവിടെ പഠിക്കുന്നത്. ദൈവത്തെ അറിയാനുള്ള ഒരു കഴിവിനെ നാം കണ്ടെത്തുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ നമ്മൾ സ്വയം ഡിഗ് ചെയ്ത് കുഴിച്ച് കണ്ടെത്തുകയാണ്. അതിന് പല പേരുണ്ട്. സോള്, ആത്മാവ്. നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തുകയാണ്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇവിടെ പ്രത്യേകമായി കണ്ടെത്തുന്നില്ല. അതിനപ്പുറം, അതായത് അതിനപ്പുറമുള്ള ഓർമ്മ. അത് കറക്റ്റാണ്. ഓർമ്മ തുടങ്ങുന്നതിൽ നിന്നും മുമ്പുള്ള ഒരു ഓർമ്മ, അതിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മളിവിടെ ബോധം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന ആശയം നീക്കം ചെയ്യുകയാണ് നമ്മൾ. ബോധം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബോധം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് നീക്കം ചെയ്യുന്നു. ജീവചരിത്രത്തിന് മുമ്പുള്ള അവബോധം. നിരീക്ഷകൻ എന്താണ്? നിരീക്ഷിച്ചത് എന്താണ്? നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ജീവചരിത്രത്തിന് മുമ്പുള്ള, ഹിസ്റ്ററിക്ക് മുമ്പുള്ള അവബോധം എന്താണ്? കോൺഷ്യസ്നസ്. അതിൽ തന്നെ നിരീക്ഷകൻ ആരാണ്? നിരീക്ഷിച്ചത് എന്താണ്? നിരീക്ഷകനും നിരീക്ഷകൻ വി എസ് നിരീക്ഷിച്ചത് എന്താ? അപ്പൊ എല്ലാം ഇല്യൂഷനാ. ഡെത്ത് അടക്കം ഇല്യൂഷനാണ്. അത് ഞാൻ വിശദമായൊരു ഡെത്ത് ഇല്യൂഷന്റെ ഒക്കെ വിശദമായ സംഭവമാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അത് കാര്യകാരണ സഹിതം സയന്റിഫിക്കലി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ജീവചരിത്രത്തിലൂടെ ഉണ്ടായ സത്വത്തിന്റെ തകർച്ച, അതിലൂടെ മാത്രമേ മരണമില്ലാത്തൊരു സാന്നിധ്യം, അമരത്വമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്.
അമരത്വമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാവുകയാണ്, വസ്തുവായി നമ്മൾ ദൈവത്തെ കാണുന്നില്ല, വിഷയമായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. വസ്തുവായി ഹ്യൂമൻ ശരീരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വസ്തുവായി കാണും. കാരണം ഹ്യൂമൻ ശരീരം ഒരു വസ്തു ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്തുവായിട്ട് ദൈവത്തെ കാണും. അവിടെ വിഷയമായിട്ട് കാണാൻ പറ്റൂല. എല്ലാ ധർമ്മങ്ങളുടെയും അച്ചുതണ്ട് എന്ന് പറയുന്നതാണ്. അതിൽ നിന്നിട്ടാണ് ഇതെല്ലാം കറങ്ങുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ഈ പറയുന്ന പിടിച്ചുവലിയാണ്, ചുറ്റും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിടിച്ചു വലിക്കുമ്പോൾ നമ്മൾ പറയും എന്നെ അതൊന്നും സ്വാധീനിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഉള്ളില് ആ ഒരു വിഷബീജം, അതായത് വിഷത്തിന്റെ ഒരു വിത്ത് പാകിയായിരിക്കും, അത് കടന്നു പോകും. നിങ്ങളുടെ കോട്ട ശക്തമല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൂടെ വിടവിലൂടെ ഒരു സാധനം ഇട്ടിട്ട് വളരെ തന്ത്രപരമായിട്ടായിരിക്കും ഇടുന്നത്. വളരെ സ്നേഹത്തോടിട്ടായിരിക്കും പറയുക. നിങ്ങളെ നന്നാക്കാനായിട്ടായിരിക്കും പറയുക. നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടായിരിക്കും പറയുക. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. അപ്പൊ തന്നെ മനസ്സ് ചിന്തിക്കും, ഓ ഇത് എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞാണല്ലോ, എനിക്ക് ബുദ്ധിയുണ്ടല്ലോ. നല്ല നിരീക്ഷണമില്ലെങ്കിൽ പെട്ടുപോകും. തീർച്ചയായും നിങ്ങൾ പെട്ടുപോകും. ഈ കുറച്ചു മുകളിൽ ആത്മാവ് എന്ന് വിളിക്കാം. പക്ഷെ ആത്മാവ് ജനിക്കാത്തതും ശാശ്വതവും പുരാതനവുമാണ്. ചിന്തകളാണ് പ്രത്യക്ഷപ്പെടുന്നത്, സംവേദനങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്, വികാരങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം പ്രത്യക്ഷപ്പെടുന്നതാണ്. സംവേദനങ്ങളും പ്രത്യക്ഷപ്പെടുന്നതാണ്. ചിന്തകളും പ്രത്യക്ഷപ്പെടുന്നതാണ്. പക്ഷെ വേറെന്തോ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കൽ വൈകാരികമല്ല. ഉള്ളിൽ തന്നെ അത് ചിപ്പ് വച്ചേക്കുണ്ട്. ഉള്ളിൽ തന്നെ, മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ചിപ്പ് ഉണ്ട്. അതിലേട്ട് നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക മാത്രമാണ് ആവശ്യം. ആ ചൂണ്ടുപലകയാകട്ടെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് താൻ. അതില്ലായിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്കൊരു ഗുരു വേണ്ട. ഒരു ഗുരു ഇല്ല. ഒരു ചൂണ്ടുപലക ഉണ്ട് നിങ്ങളുടെ മുന്നില്. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ വളരെ വലിയൊരു ഒരു ഒരു കാര്യമാണത്. അതെങ്ങനെയാണ് പറഞ്ഞു തരാന്ന് എനിക്കറിയില്ല. എങ്ങനെ വന്നു എന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെയാണ് ആ ചിപ്പ്. എല്ലാവർക്കും ഒരുപോലെയാണ്. സകല മനുഷ്യർക്കും ഒരുപോലെയാണ്. ആർക്കൊഴികെ ചില പ്രത്യേക കാരണങ്ങളാൽ ജന്മന ഓട്ടിസം, ജന്മന ബുദ്ധിയില്ലാതെ ജനിക്കുന്ന ആളുകൾക്കൊഴികെ, അവർക്ക് അവരുടെ കർമ്മം പൂർത്തിയാക്കിയേ മതിയാവും. ബാക്കി മുഴുവൻ ആളുകൾക്കും ജന്മനാൽ, അതും അതും ഒരു ശിക്ഷയല്ല. ഇറ്റ് ഈസ് നാച്ചുറൽ, ക്വയറ്റ് നാച്ചുറൽ. അല്ലാത്ത മുഴുവൻ ആളുകൾക്കും ആ ചിപ്പുണ്ട്. നിങ്ങളുടെ ആദ്യ ഓർമ്മയ്ക്ക് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിശബ്ദരാകും. ആ നിശബ്ദതയാണ് ഉത്തരം. നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മയ്ക്ക് മുമ്പ് എന്തായിരുന്നു നിങ്ങളുടെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിശബ്ദമായിട്ടിരിക്കും. അതാണ് അതിന്റെ ഉത്തരം. അന്ന് നിങ്ങൾ വീക്ഷിക്കുകയായിരുന്നു കാര്യങ്ങൾ.
ഇത്രയും കാലം ചെയ്തതെന്ത്? ഈ ചെയ്തതിന്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് വാച്ച് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് അത് ഇപ്പോ ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് വേദാന്തം പഠിപ്പിക്കുന്നത്. ആത്മാവും ജനിക്കാത്തതും ശാശ്വതവും പുരാതനവുമാണ് എന്ന്. ആത്മാവ് ജനിക്കാത്തതും ശാശ്വതവും പുരാതനവുമാണ് എന്ന്. കറണ്ട് പോയി, നിങ്ങൾ ഈ വെളിച്ചത്തിൽ കാണേണ്ടി വരും. ഓക്കെ. എന്തുകൊണ്ട്? എപ്പോഴും കാണുന്ന കണ്ണ് അതെന്താണ്? എപ്പോഴും കാണുന്ന ഒരു കണ്ണ്, എപ്പോഴും കാണുന്ന കണ്ണ് ദൈവീകമായ ശ്വാസത്തെക്കാൾ തൊട്ടടുത്താണ്. നേരിട്ടുള്ള സാക്ഷ്യമാണത്, നേരിട്ടുള്ള സാക്ഷ്യം. സാക്ഷി പ്രാർത്ഥനയാണ്. അതാണ് മുഷാഹദ. വേദാന്തത്തിൽ പറഞ്ഞതും ഖുറാനിൽ പറഞ്ഞതും ബൈബിളിൽ പറഞ്ഞതും എല്ലാം ഒന്നിലേട്ടാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ രീതിയാണ് വ്യത്യസ്തമായത്. അവിടെയാണ് അഹം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അഹം ലയിച്ച് അഹം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളിയല്ല. ഇത്രയും നാളും നിങ്ങളൊരു തുള്ളിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മളും പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒരു തുള്ളിയിലെ സമുദ്രമാണ്. നിങ്ങൾ ഈ ഭൂമിയിലൂടെ കടന്നു പോവുകയല്ല, പ്രപഞ്ചം നിങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ ഒരു തുള്ളിയിലെ സമുദ്രമാണെന്ന്. നിങ്ങളുടെ ശ്വാസം മന്ദഗതിയിലായി നിങ്ങളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും അലിഞ്ഞു ചേരുമ്പോൾ കാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് അവശേഷിക്കുക. വേറെ ഒന്നും ഉണ്ടാവില്ല. ഒൺലി വ്യൂ. കാഴ്ച മാത്രം. കാഴ്ച മാത്രം നിങ്ങൾക്ക് അവശേഷിക്കും. വേറൊന്നും ഉണ്ടാവില്ല. കണ്ടോ? ഉം. ആ കാഴ്ച മാത്രമാണ് അവശേഷിക്കുക. അതാണ് ദിവ്യമായ തീപ്പൊരി. സീലൻ ഗ്രണ്ട്. ആത്മനിലം. അതിലാണ് നിങ്ങളുടെ ആന്തരികമായൊരു കോട്ട. അതിന്റെ കേന്ദ്രം ശുദ്ധമായ അവബോധമാണ്. ആന്തരികമായൊരു കോട്ട. അവലിയിലെ സെന്റ് തെരേസ പറഞ്ഞു, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു കോട്ട പണിയണം. അതിന്റെ ഉള്ളിലാണ് അതിന്റെ കേന്ദ്രമായിരിക്കുന്ന ശുദ്ധമായ അവബോധം. കേന്ദ്രം. പടയാളികൾ ചുറ്റും നിൽക്കുന്ന കോട്ടകൾ, അതൊക്കെ പുറത്തു നിന്നുള്ള ആക്രമണത്തെ തടയാൻ നിൽക്കുന്നതാണ്.
സെൻട്രൽ പോയിന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അവലിയിലെ തെരേസനെ കുറിച്ച്, മദർ തെരേസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവിടെ ഒരിക്കലും മാറാത്ത ഒരു വെളിച്ചം കാണാൻ കഴിയുക. അവിടെ ആക്ച്വലി സൈക്കോളജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ നിരീക്ഷക ഭാവം, സാക്ഷി, വികാരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇമോഷനുകളെ നിയന്ത്രിക്കാൻ കഴിയും. തിരിച്ചറിയലിനെ അത് ലയിപ്പിക്കും. അതായത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആഘാതം, നിങ്ങളുടെ മേലുണ്ടാകുന്ന ശക്തമായ ഒരു പ്രതിസന്ധി, സഫറിങ്സ്, കഷ്ടപ്പാടുകൾ, അതിന്റെ സ്ഥിരീകരണം ഇല്ലാതാക്കും. അവിടെ നിങ്ങൾക്ക് വിശാലതയാകും, വിശാലത. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇത് മെറ്റാ കോൺഷ്യസ്നസ് അതിനെ പ്രതിധ്വനിക്കും. ആ ഒരു വിഷയത്തിലേക്കാണ് ഇത്. നമുക്കിപ്പോ ആധുനിക മനഃശാസ്ത്രത്തിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ചാൽ മെറ്റാ കോൺഷ്യസ്നെസ്സിലേക്കാണ്. ഒരു സാക്ഷിയായി മാറുക. പ്രതികരിക്കുന്നതിന് മുമ്പ്, ട്രിഗർ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക എന്ന അഡ്വാൻസ് സൈക്കോളജിയിലെ അവരിപ്പോ അത് എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാക്ഷി എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. സാക്ഷി എന്ന് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല, സ്വയം ആയിരിക്കുക എന്നുള്ളതാണ്. പ്രവർത്തിക്കുകയല്ല അവിടെ. സാക്ഷിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സാക്ഷിയായി ഇനി മുതൽ ഇങ്ങനെ അല്ല. ഒരാൾ കാര്യത്തിന് സാക്ഷിയാകുന്നത് എങ്ങനെയാണ്? സാക്ഷിയാവാൻ വേണ്ടി നേരത്തെ പോയി നിൽക്കുവാണോ? അല്ല. സാക്ഷിയാകാൻ വേണ്ടി ആരും ഒരിക്കലും നേരത്തെ പോയി നിൽക്കില്ല. അത് സ്വയം ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഓട്ടോമാറ്റിക്കലി ആകുന്നതാണ് സാക്ഷി. സ്വയം ആയിരിക്കുക എന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സംഭവം കണ്ടു, അതിന്റെ സാക്ഷിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി നേരത്തെ സാക്ഷിയാവാൻ വേണ്ടി നിന്നതാണോ? അല്ല. നിങ്ങൾ സാക്ഷിയാകുന്നതാണ് സ്വയം അറിയാതെ. അവിടെയാണ് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ശ്രദ്ധിക്കേണ്ടത്. ശ്വാസവും സംവേദനങ്ങളും ചിന്തകളും എല്ലാം ഓട്ടോമാറ്റിക്കായി നിങ്ങൾ അവിടെ അതിനാണ് നിങ്ങൾക്കൊരു വഴികാട്ടിയുടെ ആവശ്യം. അതിനാണ് ഒരു ചൂണ്ടുപലകയുടെ ആവശ്യം. അതിനാണ്. ഒരു വസ്തുവിനായി നിങ്ങൾ നോക്കരുത്, നിങ്ങൾ ഒന്നിനും വേണ്ടി ശ്രമിക്കരുത്, ഒന്നും വേണ്ടി ചെയ്യരുത്, നിങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി വിശ്രമിക്കുക എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു വഴികാട്ടി. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക. അത് ഉദാഹരണത്തിന്, ഒരു ചിന്ത നമുക്ക് ഉത്തരം നൽകുമ്പോഴെല്ലാം ചിന്ത കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. കാണുന്നതിലേക്ക് തിരിച്ചു മടങ്ങുക. ഒരു വസ്തുവിനായി നോക്കരുത്, നോക്കുന്നത് പോലെ വിശ്രമിക്കുക. ഒരു ചിന്ത ഉത്തരം നൽകുമ്പോഴെല്ലാം ചിന്ത കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക, കാണുന്നതിലേക്ക് തിരിച്ചു മടങ്ങുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആ ചിപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കണം, ഈ അവബോധം എന്നത് നിരീക്ഷിക്കാൻ കഴിയുമോ? അതിനെ വിശകലനം ചെയ്യണം. ഈ സാക്ഷിക്ക് പ്രായമുണ്ടോ? നിങ്ങൾ സ്വയം ചിന്തിക്കണം. അത് ശരീരത്തിനുള്ളിലാണോ, അതിൽ അടങ്ങിയിരിക്കുന്നതാണോ? ശരീരത്തിന് ഉള്ളിലിരിക്കുന്നതാണോ, അതോ അതിൽ അടങ്ങിയിരിക്കുന്നതാണോ?
ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നതാണോ അതോ അതിൽ അടങ്ങിയിരിക്കുന്നതാണോ? അടങ്ങി. ഐഡന്റിറ്റി ഇല്ലാതാകുമ്പോൾ ഭയത്തിന് എന്ത് സംഭവിക്കും? വാച്ച് ചെയ്യണം. ഐഡന്റിറ്റി ഇല്ലാതാകുമ്പോൾ ഭയം എവിടെ പോയി? അപ്പോൾ ആരാണ് കേൾക്കുന്നത്? അപ്പോൾ ആരാണ് കാണുന്നത്? ആ സമയത്ത് ആരാണ് കേൾക്കുന്നത്? ആ സമയത്ത് ആരാണ് കാണുന്നത്? ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മാറ്റിമറിക്കാൻ പര്യാപ്തമായതാണ്. നിങ്ങളുടെ കഥകൾ തന്നെ മാറും. അതിപ്പോ നിങ്ങൾ ഇതിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കഥകൾ മാറും. നിങ്ങളുടെ ശരീരം പ്രായമാവും. നിങ്ങളുടെ ഹിസ്റ്ററി മാറിക്കൊണ്ടിരിക്കും. ലോകം നിങ്ങളെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ശാശ്വതമായതുള്ളത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. നിങ്ങൾ ഇനിയിപ്പോ ഒന്നും ചെയ്തില്ല, ഇതിൽ വന്നില്ല, ഇതൊന്നും കേട്ടില്ല, ഈ പരിപാടി ആര് പറഞ്ഞു വരാൻ? വരണ്ട. ഇത് ലാസ്റ്റ് ബസ്സാന്ന് പറഞ്ഞത് ആരെയും ഭീഷണിപ്പെടുത്താനല്ല. ഇവിടെ ഭയപ്പെടുത്തുന്ന ഒരു പരിപാടി തന്നെ ഇല്ല. ഇവിടെ ശാപമില്ല. ആരെയും ഭയപ്പെടുത്തുന്നില്ല. ആരെയും നിയന്ത്രിക്കുന്നില്ല. ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, നിങ്ങളുടെ ശരീരം പ്രായമാവും. നിങ്ങളുടെ കഥകൾ മാറും. പുതിയ ലോകങ്ങൾ പ്രതീക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ നിങ്ങളിലുള്ളത് ഒരിക്കലും നീങ്ങൂല. നിങ്ങൾ അവബോധമായിട്ടല്ല ജനിച്ചത്. ഞാൻ അവയർനെസ് തരാം എന്ന് പറഞ്ഞാൽ അവയർനെസ് ആയിട്ടല്ല നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ അവയർനെസ്സിലേട്ടാണ് ജനിച്ചത്. നിങ്ങൾ അവയർനെസ്സിലേട്ടാണ് ജനിച്ചത്. ഇതില് ഈ സെഷനിൽ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ആത്മീയമായ എല്ലാ തെരയിനെ ഇല്ലാതാക്കുന്ന ഒരു വിത്ത് നിങ്ങളിൽ ഞാൻ നടുകയാണ് ചെയ്യണത്. മനുഷ്യന്റെ തെരച്ചിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മീയമായ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ, അതിലേട്ട് ഒരു വിത്ത് നടുകയാണ് ചെയ്യുന്നത്. ആ വിത്ത് നിങ്ങൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചാൽ അത് വിരിഞ്ഞു വരും. ആ പണി മാത്രം ഞാൻ ചെയ്യണുള്ളൂ. ഞാനൊരു കർഷകനാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എല്ലാ തിരച്ചിലുകളെയും നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വിത്തിനെ നടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു തെരച്ചിലില്ല. കാരണം ആ മരം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തെരച്ചിലിന്റെ ആവശ്യമില്ല. എല്ലാത്തിനും ഉത്തരം അതിലുണ്ട്. ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ആ ഓരോ മനുഷ്യരുടെയും വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ആൻസേഴ്സ് അവിടെയുണ്ട്. അപ്പോ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഒന്നിനെയും തള്ളി പറയുന്നില്ല. മതങ്ങളെയും തള്ളി പറയുന്നില്ല. നിരീശ്വരവാദത്തെയും തള്ളി പറയുന്നില്ല. യുക്തിവാദത്തെയും അതൊക്കെ ശാസ്ത്രത്തെ തള്ളി പറയുന്നില്ല. അതൊക്കെ സ്വീകരിക്കാം വേണ്ടവർക്ക്. അവരവർക്ക് ആവശ്യമുള്ളത് അവരവരത് സ്വീകരിക്കുക. അത്രേ ഉള്ളൂ. വേണ്ടവർ സ്വീകരിക്കട്ടെ. പരസ്പരം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളത് സ്വീകരിക്കട്ടെ. എടേ, നീ അത് ശരിയല്ല ചെയ്യണത്, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്താണ് നിനക്ക് പഠിപ്പിക്കാനുള്ളത്? നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് ആണ് വന്നത് എന്ന് നമ്മുടെ ബുദ്ധി പറയും.
ആർക്കും നിർബന്ധിക്കാൻ അവകാശമില്ല. നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും. അത് വേണ്ട. നമ്മളും ആരെയും നിർബന്ധിക്കണ്ട. നമ്മളെയും ആരും നിർബന്ധിക്കാൻ. അതല്ല. അതല്ലേ ഒരു 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 സോഷ്യലിസം. അതല്ലേ ഒരു ജനാധിപത്യം. അതല്ലേ ഒരു സ്വാതന്ത്ര്യം. നമ്മൾ പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആൻഡ് പീസ് ഓഫ് സോൾ. അത് മാത്രമാണ്. വേറെ ഒന്നുമില്ല നമ്മൾ പറഞ്ഞു. മനസമാധാനം. ആവശ്യമുള്ളവര് അത് നേരിട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കച്ചവട ചരക്ക് എന്ന് പറയുന്നത് മനസമാധാനം. ലക്ഷങ്ങളും കോടികളും അതിനു വേണ്ടിയിട്ട് ആളുകൾ മുടക്കുന്നുണ്ട്. ഇവിടെ അതൊന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുടക്കേണ്ടി വരരുത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. നമ്മൾ ഫീസ് വാങ്ങുന്നില്ലേ എന്ന് ചോദിച്ചാൽ വാങ്ങുന്നുണ്ട്. ഫീസ് വാങ്ങുന്നുണ്ട്. അതൊരു സിസ്റ്റം ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ, സാമ്പത്തിക ആവശ്യമാണ്. അല്ലാതെ സമ്പത്ത് ഇങ്ങോട്ട് പറന്നിറങ്ങി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവമൊന്നുമല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർ വരുത്തട്ടെ. ഇനി അതല്ല, ഏതെങ്കിലും പ്രത്യേകിച്ച് ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ഈ പ്രോഗ്രാം ഞാൻ ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്തേക്കാം, ഇനി മുതൽ ഈ ഒറ്റ പൈസ നിങ്ങൾ വാങ്ങണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ അങ്ങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റും നടക്കുന്ന എല്ലാ ചെലവുകളും നടത്താൻ തയ്യാറായി ആളുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വയ്യ. ഇതിപ്പോ നമ്മള് എല്ലാരും കൂടി നടത്തുന്നതാണ്. അപ്പോ ഈ പ്രോഗ്രാം രാവിലെ 6 മണിക്കുള്ള പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 9 മാസമായി. ഇത് മതി. പിന്നെ എനിക്ക് മനസമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പൈസ കൊടുക്കും. അതിന്റെ അതിന്റെ അതെന്റെ ഇഷ്ടമാണ്. അതേ സംഭവിക്കണുള്ളൂ ഇവിടെ. പൈസ തരാതെ ഏതാക്കും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാം രാവിലെ. ഇത് നിർത്തിയിട്ടില്ല. ഇത് ഞാനല്ലെങ്കിൽ വേറൊരു സിസ്റ്റം ഇത് തുടരും. എങ്ങനെയാലും ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും പൈസ കൊടുക്കണ്ട എന്ന സമാധാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ 500ഉം 1000ഉം 2000ഉം 3500ഉം ഒക്കെ കൊടുക്കുന്നത്. അല്ലാതെ ലക്ഷങ്ങൾ വാങ്ങിയുള്ള ഒരു പ്രോഗ്രാമും അല്ല ഇത്. ഉണ്ടോ? ഉം. ഇവിടെ അറിവൊന്നുമില്ല. ഇവിടെ അറിയുകയാണ്. നിങ്ങൾ ട്രഷർ. ഇവിടെ നിങ്ങൾക്ക് ഒരു അറിവും കിട്ടൂല. അറിവ് കിട്ടാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരുവും വേണ്ട. ഇവിടെ അറിവില്ല. ഇവിടെ നിങ്ങളെ അറിയുകയാണ്. അതിനുള്ളിൽ ഒരു നിധിയുണ്ട്. ആ നിധി തേടി പോകുമ്പോൾ സ്വാഭാവികമായും ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. ആ അസ്വസ്ഥതകളെ തരണം ചെയ്തു വേണം പോവാൻ എന്നാണ് പറയുന്നത്. ശരീരത്തിൽ നിന്നും പുറത്ത് കിടക്കുമ്പോൾ സൂക്ഷ്മ ശക്തികൾ നിങ്ങളെ നിരീക്ഷിക്കും. മാലാഖമാർ നിങ്ങളെ നിരീക്ഷിക്കും. ദൈവീകത നിങ്ങളെ നിരീക്ഷിക്കും. നിരീക്ഷിക്കും. ആ സമയം അത് ഫീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കൂൾ. അപ്പോ ഇതിൽ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ പങ്കെടുക്കുക. ഒരു ബലപ്രയോഗവും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല.